ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോൺ വെജുകാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, വലിയ ചെമ്മീനില്ലേ, ചെമ്മീൻ റോസ്റ്റ്. അത് നമ്മുടെ പ്രവിതയുടെ മേൽനോട്ടത്തിൽ ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ പ്രവിത വിസ്മയനെയും പാർവതീനെയും ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വലിയ നിശ്ചയം ഉണ്ടാവില്ലല്ലോ ഇതിങ്ങനെ ക്ലീൻ ചെയ്യണേ എന്നൊന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയും വേണമല്ലോ. ഞാൻ വലിയ ചെമ്മീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഞരമ്പുണ്ട് ബ്ലാക്ക് കളറിൽ, അതിങ്ങനെ വലിച്ച് കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ അലർജി ഉണ്ടാവും. ചിലർക്ക് സീ ഫുഡ് അലർജി ഉണ്ടാവുമല്ലോ. വൈഷ്ണവനുണ്ടായിരുന്നു ചെറുതിലെ ചെമ്മീനൊക്കെ, ഇപ്പോൾ ഇല്ല കേട്ടോ. വലുതായപ്പോൾ അതൊക്കെ മാറി. എന്നാലും ക്രാബ് അവൻ കഴിക്കില്ല. ക്രാബ് കഴിക്കുക എന്നല്ല, ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ക്രാബ് നന്നാക്കാൻ ക്ലീൻ ചെയ്യാനായിട്ട് അവൻ കൂടി. അപ്പോൾ അവന് കൈ ചൊറിഞ്ഞു. അപ്പോൾ മനസ്സിലായി ആ ക്രാബിന് ഇതുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെമ്മീൻ കിള്ളാനൊക്കെ, കക്കയിറച്ചി നന്നാക്കാനൊക്കെ. അപ്പോൾ ഞാനും നാട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മയോട് പറയും ചെമ്മീൻ മേടിക്കാൻ നന്നാക്കി തരാം എന്നൊക്കെ. എനിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തലയൊക്കെ ചൊറിയും കേട്ടോ. അവരങ്ങനെ നന്നാക്കി ക്ലീൻ ചെയ്ത് എടുത്തു. അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 1 kg ഒക്കെ കാണുള്ളായിരിക്കും. അപ്പോൾ അതിങ്ങനെ 3 പേരും കൂടി നന്നാക്കി എടുത്തു. അപ്പോൾ അതിങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആദ്യം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ പ്രവിതയുടെ നാട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷ് മീനുകൾ കിട്ടും. അപ്പോൾ പ്രവിതയ്ക്ക് ഇൻട്രസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ. പുതിയ പുതിയ നോൺ വെജ് വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പ്രത്യേകം മേടിച്ചതാ ചെമ്മീൻ. വിസ്മയക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മാരിനേറ്റ് ചെയ്യണത് നമ്മുടെ ചെറിയ കുക്കായ അല്ലെങ്കിൽ കുഞ്ഞ് ഷെഫ് കാത്തുക്കുട്ടിയാണ്. കാത്തുക്കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇരുത്തി കൊടുത്താൽ മതി ആളെ, ബാക്കി പുള്ളിക്കാരി തന്നെ ചെയ്തോളും ഇളക്കണതൊക്കെ. അപ്പോൾ പ്രവിത ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പൂണിട്ട് ഇളക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് വർത്താനവും പറയും കേട്ടോ, നമ്മുടെ അടുത്ത് നിന്നുണ്ട്. ഞാനും വിസ്മയും പാർവതിയൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ ഞങ്ങളോടും സംസാരിക്കേണ്ടതാണ് പുള്ളിക്കാരി. ഭയങ്കര എക്സ്പേർട്ടിനെ പോലെയൊക്കെ ഇളക്കണതൊക്കെ. അത് കുറച്ച് നേരം അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. ബാക്കിയൊക്കെ ആയായിരുന്നു, ചോറും ബാക്കി കറിയൊക്കെ ആയിരുന്നു. ഇവരിത് ക്ലീൻ ചെയ്യാനിരുന്നപ്പോൾ കുറച്ച് ലേറ്റായി, അതാണ് പറ്റിയത്. വിസ്മയും പാർവതിയും കൂടി കിച്ചൻ്റെ നടുക്ക് നിന്നുകൊണ്ട് കളിയാണ്. അവർക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനെ പ്രവിത അതൊക്കെ കൊച്ചിനെ മാറ്റിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു അവിടെ. ഇനി അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് പയ്യെ ഒന്ന്, ചീഞ്ചട്ടിയോ ഫ്രൈങ് പാനോ, ഇവിടെ ഫ്രൈങ് പാൻ എടുത്തേക്കണത്, അതിൽ എണ്ണ ഒഴിച്ച് പയ്യെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് പിന്നെ കൊച്ചുള്ളി എന്ന് പറയില്ലേ, സാമ്പാർ ഒനിയൻ, അത്, ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇത് 3ഉം കൂടി വഴറ്റിയിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്കിട്ട് നല്ല ഡീപ്പായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞങ്ങൾ കഴിച്ചു. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കുളിക്കാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ടിട്ട് അതൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അത് കാരണം എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു റെസിപ്പിയാണ്. കൊച്ചിയിലൊക്കെ നല്ല ചെമ്മീനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോൺ വെജ് കഴിക്കുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അത്ര നല്ലതാണ് ഈ ചെമ്മീൻ റെസിപ്പികളൊക്കെ. ഇപ്പോൾ എന്താണ്, കുടുംബശ്രീയുടെ യൂണിറ്റൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കറികളൊക്കെ, റോസ്റ്റ് വിഭവങ്ങൾ. അതായത് സീ ഫുഡ് വിഭവങ്ങൾ സ്പെഷ്യലായിട്ടുള്ള കടകളൊക്കെ ഉണ്ടല്ലോ. കൊച്ചിയിൽ ഒത്തിരി കടകളുണ്ട്. അപ്പോൾ
അവിടെ പോയി കഴിക്കാം ഇങ്ങനത്തെ വിഭവങ്ങൾ. പിന്നെ ഇതുപോലുള്ള മെനു ഒക്കെ കണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലെ കുട്ടികളെ ചെറിയ ചെറിയ പണികളൊക്കെ, ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ കാണിച്ച് പഠിപ്പിക്കുക. ഇപ്പോൾ വെക്കേഷനല്ലേ,